മോനെ ചായ കുടിച്ചോ? മോൻ എന്തിനാ വിഷമിക്കണത്? മോൻ സന്തോഷായിട്ടിരിക്കണം. അവള് പോണെങ്കി പോട്ടെ മോനെ. മോനിങ്ങനെ വിഷമിച്ച അമ്മ വിഷമിക്കുവല്ലേ ചെയ്യണത്. അമ്മയ്ക്ക് നീ മാത്രല്ലേ ഉള്ളൂ. മോൻ വിഷമിക്കണ്ട. ഏത് കാര്യത്തിനാലും അമ്മ കൂടെ ഉണ്ടാകും. സന്തോഷായിട്ടിരിക്കട്ടോ. ഡോക്ടറില്ലേ? ആരാ? ഡോക്ടറെ, വരൂ, ഇരിക്കൂ. എന്തു പറ്റി? എനിക്ക് വയ്യ, വല്ലാത്ത ക്ഷീണം, തലകറക്കം, കൈക്കൊരു തരിപ്പ് പോലെ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 2 ദിവസമായി തുടങ്ങിയിട്ട്. ബ്ലഡ് കുറവ് എന്തെങ്കിലും ഉണ്ടോ? ബ്ലഡ് കുറവൊന്നും കാണുന്നില്ല. പ്രഷർ നോർമലാണോ? നോർമലാണ്. പ്രഷർ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. എൻ്റെ കയ്യിലൊന്ന് പിടിച്ചേ. കുഴപ്പമില്ലല്ലോ. കുറച്ചുകൂടി ബലമായിട്ടൊന്ന് പിടിച്ചു നോക്കിയേ. പറയടി, നീ ആരാ? പറയടി, ആരാ നീ? പറയാം. നീ എന്തിനു? വെടിയവളെ അറിയണം, അറിയണം. നിനക്കറിയണോ ആരാ? അറിയണം. അറിയണോ ആരാ? അറിയണം. നിങ്ങൾ ആരാന്നറിയണം. നിനക്ക് ഞാൻ 3 ദിവസത്തെ സമയം തരും. അതിനുള്ളിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ നിന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. മനസ്സിലായോടി? പോ.
ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിലും നല്ലൊരു പ്ലേസ് ഇവിടെ വേറെ കിട്ടാനേ ഇല്ല. ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ, ഇതൊക്കെ പറ്റിയ സ്ഥലമാണ്. റിസോർട്ട് പണിയാൻ ഇതിൽ കൂടുതൽ ഒരു പ്ലേസ് ഇവിടെ കിട്ടാനേ ഇല്ല. മേഡം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നല്ല ഇത് നമ്മുടെ റിസോർട്ട് പണിതാലേ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ കണ്ടോ. ഇതൊക്കെ നഷ്ടപ്പെട്ടാലേ ഇനി നമുക്ക് കിട്ടിയെന്ന് പറയും. ഇപ്പൊ തന്നെ നമുക്ക് കൗലാക്കും. എന്ത് മനോഹരമായ സ്ഥലം. കാണാൻ എന്നിട്ട് അഭിപ്രായം പറയും. ഇന്ന് തന്നെ നമുക്ക് അഡ്വാൻസ് കൊടുക്കണം. തീർച്ചയായിട്ടും. അത് കണ്ടോ, എന്ത് രസാണല്ലേ. രസമുണ്ട്. ഇത് തന്നെ പറ്റിയ സമയം. ഇവിടെയുള്ള മനുഷ്യരൊക്കെ വെറും പാവങ്ങളാന്നേ. ഇവിടെ നമ്മൾ സേഫ് ആയിരിക്കും. അതെ. അണ്ണനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടല്ലോ. ശരിയാണ്, ആൾക്കൂട്ടങ്ങളില്ലാതെ ഒറ്റയ്ക്ക്. നമ്മളെ ആരും സംശയിക്കില്ല. ഹലോ സാറേ, ഫോൺ ഫോൺ ഫോൺ. ഹലോ ഹലോ മേഡം, ഈ റിസോർട്ടിന്റെ പണി തീരുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു പണി കൊടുക്കണം. ശരി, അത് പ്രത്യേകം പറയണോ? മോളെ ഏതുവരെ പഠിച്ചു? +2 കഴിഞ്ഞു. ഇപ്പൊ ടെമ്പററി ആയിട്ട് ഒരു ക്ലിനിക്കിൽ ജോലിക്ക് പോകുന്നു. പിന്നെ അവള് മോഡലിങ്ങോ. നന്നായിട്ട്. ഓ, അത് ശരി. നോക്കാട്ടോ. I'm walking the bull, out for the. എങ്ങനെയുണ്ട് ചാച്ചാ? മോളെ, ഇതുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ആ മേഡത്തിനോട് മോക്ക് വേണ്ടി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. റിസോർട്ടിന്റെ പണി തീരുമ്പോഴേ തീർച്ചയായിട്ടും മോക്കൊരു ജോലി തരും. എന്തോ ചാച്ചാ, ഞാൻ ഓൾറെഡി ഒരു ജോലിക്ക് പോകുന്നതല്ലേ ഡോക്ടർ ആന്റിയുടെ അടുത്ത്. പിന്നെന്തിനാ ഇങ്ങനൊക്കെ എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എപ്പോഴും? മര്യാദക്ക് ജോലിക്ക് പോകണം. ഇതെന്റെ പാഷനാ ചാച്ചാ. കഷ്ടമുണ്ടോ കേട്ടോ ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഈ വേഷം കണ്ട് കളഞ്ഞിട്ടേ മര്യാദക്ക് ജോലിക്ക് പോകണം. ഒരു പാഷൻ. പുന്നാര ചാച്ചനല്ലേ? പ്ലീസ് പ്ലീസ്, എന്റെ പുന്നാര ചാച്ചനല്ലേ? ഇതെന്റെ പാഷനാ. പ്ലീസ്. നീയേ അങ്ങനെയൊന്നും എന്നെ സോപ്പിടണ്ടേട്ടാ. ചാച്ചൻ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. അവരെ മുട്ടിച്ചു തന്നത് ഞാനല്ലേ. എനിക്ക് കമ്മീഷൻ തന്നേക്കണം കേട്ടോ. മോളെ, കമ്മീഷൻ മാത്രമല്ലല്ലോ, ഈ ചാച്ചനുള്ള എല്ലാം എന്റെ പൊന്നു മോക്കുള്ളതല്ലേ. എന്റെ ചക്കര ചാച്ചൻ. പിന്നെ എന്തിനാ കമ്മീഷൻ? ഓ, നോക്കിയിറങ്ങണേ മോളെ. വീടല്ലേ, സൂക്ഷിച്ചോണേ. പപ്പാ, ഇതല്ല സ്ഥലം. ഇതല്ലേ ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞല്ലേ ഇതല്ലെന്ന്. മോള് പറയുന്നുണ്ടെന്ന്. നിക്കടി, ഓടല്ലേ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ. ഡീ നിക്ക്, ഓടല്ലേ. അക്ക, ആ ഡോക്ടറുടെ പുറകെ നടന്നിട്ടേ ആ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ?
ഒക്കെ ഒന്ന് പറഞ്ഞാ മതി. ഉം, ബാക്കിയുണ്ടല്ലോ ഉം, ഞങ്ങൾ നോക്കിക്കോളാം. ഉം. നമുക്ക് നോക്കാം, ഒരാഴ്ച കൂടെ കഴിയട്ടെ. ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മയിലാടും പാറയ്ക്കടുത്ത് വെച്ച് അവരെ സ്കെച്ച് ചെയ്യണം. ഓക്കെ. അക്ക ആ, അക്ക ഉം. ദേ ആ ഡോക്ടർ ആ, പോകുന്നു. ചവിട്ടടാ ചവിട്ടടാ ചവിട്ടടാ. ആ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. ആ, ഡോക്ടറെ വാ. വണ്ടി കേടായി പോയി. അപ്പൊ ഇരുമ്പ് ആ, പാലം വഴി അതെ. അങ്ങ് എളുപ്പം കേറി പോകാന്ന് വിചാരിച്ച് നടന്നു പോയതായിരുന്നു. ആ, അതെല്ലേ. ആ, എന്താ എന്നോട് പറയാനുള്ളത്? ഞാൻ പറയാം. പറയൂ. ഒറ്റ കാര്യമുള്ളൂ മാഡം, വരുന്ന രോഗികളുടെ ഡീറ്റെയിൽസ്. അത് പറ്റില്ല. സോറി, അതൊന്നും ചോദിക്കരുത്. മാഡത്തിന് ഒരു റിസ്ക്കും ഉണ്ടാവില്ല. മാഡം പ്രതീക്ഷിക്കണേക്കാൾ കൂടുതൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഇല്ല, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കലും പറ്റില്ല. വണ്ടി നിർത്ത്, എനിക്കിവിടെ ഇറങ്ങണം. ഉം. നമ്മുടെ ഈ ബന്ധം ഡോക്ടർ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ അരുണിന്? ചിലപ്പോ മമ്മി അത് എതിർക്കുമായിരിക്കും. അപ്പോ വരാൻ പോണല്ലേ, ഞാനല്ലത് തീരുമാനിക്കേണ്ടത്. എതിർപ്പ് ശക്തമായാലോ? അതെന്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കും. ഞാൻ പോട്ടെ, ചാച്ച വന്നിട്ടുണ്ടാവും. നിക്ക് പെണ്ണേ. ഉം. അമ്മേ, ഡോക്ടറിന്റെ ഒരു നിമിഷം ചാച്ച വിളിക്കുന്നുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്യുവാണേ. അറ്റൻഡ് ഹലോ ഹലോ മോളെ, എവിടെയാണ്? ചാച്ചാ, ഞാൻ എമർജൻസി ആയിട്ട് ഡോക്ടർ ആന്റിക്ക് ഒപ്പം ഒന്ന് പുറത്തേക്ക് വന്നതാ. മോള് വരാൻ വൈകോ? ചിലപ്പം താമസിക്കുമായിരിക്കും ചാച്ചാ. എന്താന്ന് വെച്ചാ ഒരു എമർജൻസി പേഷ്യന്റിനെ കാണാൻ വന്നിരിക്കുക. ഞാൻ വീട്ടിലുണ്ടാകും കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ വരണോ അല്ലെങ്കിൽ ഡോക്ടർ കൊണ്ടൊന്നാക്കിക്കോളൂ? ഹേയ് വേണ്ട, ആന്റി എന്നെ വീട്ടിലാക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. ചിലപ്പോ വൈകുമായിരിക്കും. ചാച്ചൻ എന്തായാലും ഫുഡ് കഴിച്ച് കിടന്നോട്ടോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ ശരി, ആ. വേഗം വരണേ. ഓക്കെ ചാച്ച, ഓക്കെ. ഇറങ്ങാം. ആ ഓക്കെ ആന്റി, ഇറങ്ങാം. നമ്മൾ ഈ കാടിനുള്ളിൽ ആരെ കാണാൻ ആന്റി? കിടപ്പു രോഗിയാണ്. പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഷോ, സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു. ചാച്ചനോടാണ് ഞാൻ പറഞ്ഞിട്ടുമില്ല ഇങ്ങോട്ടാ വരുന്നേന്ന്. ഷോ, എന്ത് വൃത്തിയായിട്ട വഴിയാ. ഇപ്പൊ വീണേനെ. ഒരുപാട് നടക്കാനുണ്ടോ ആന്റി? ആന്റി ആന്റി എന്താ മിണ്ടാത്തേ? ആന്റി ആന്റി, ആഹാ, ഈ വഴി വണ്ടിയൊക്കെ വരുമോ? കേട്ടടാ.
തരുവാലേ ചിന്ന അരുവിപ്പും എന്റെ ചുടുവാലേ നീയും തുമ്മരടി തുമ്മരടി ആയിഷു നൂറാകെ എന്നുയരുന്നോട് പത്തിരച്ചന്തായേ. എന്റെ മോള് നാശം വണ്ടിക്ക് വട്ടം ചേർന്ന് മാറി നിൽക്കണോ എന്റെ മോള് അങ്ങോട്ട് എന്റെ മോള് വണ്ടിക്കകത്തുണ്ടോ? വട്ടാണോ വണ്ടിയിൽ നിന്ന് വിടണോ? മാറി എന്റെ മോള് അങ്ങോട്ട് മാറി നിൽക്കണോ? അങ്ങോട്ട് മാറി വണ്ടിയിൽ നിന്ന് മാറിയേ. ചേട്ടാ അങ്ങോട്ട് മാറാനാ. വാ ചേട്ടാ പോവാം. അങ്ങോട്ട് മാറാനാ. അയാള് ശരിയില്ലാത്ത ആളായിരിക്കും. വാ ചേട്ടാ പോവാം. എന്റെ മോളെ കണ്ടില്ലല്ലോ മോളെ. എന്താ ചേട്ടാ എന്താ ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നം? എന്റെ മോളെ കാണാനില്ല. കരയാതെ ചേട്ടാ, കരയാതെ. കരയാതെ അന്വേഷിക്കാൻ ചേട്ടാ, സമാധാനപ്പെട്. എന്റെ മോളെ വിഷമിക്കണ്ട ചേട്ടാ, നമുക്ക് അന്വേഷിക്കാം. കരയാതെ ചേട്ടാ, കരയാതെ. എന്റെ പേര് റജി. ആ ഞങ്ങൾ ഇവിടെ ഒരു പിക്നിക്കിന് വന്നതാ. ആ വഴി ശകലം മിസ്സായി. ആ. ഇത് മിസ്സസ്. ആ ആ ഹലോ. വഴിയൊന്ന് ശകലം മിസ്സായി. ഓ ഓ ഇതുവരെ വന്നിട്ടില്ല ഇതില്. ഓ എന്നിട്ടാണ് ഇയാള് വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടുകയും കരയുകയും ചെയ്തത്. വണ്ടി മുട്ടാൻ നിങ്ങളുടെ ഭാഗ്യം അല്ല പിന്നെ. ഞാൻ മാറിക്കാൻ പറയാറ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ നല്ല സ്ഥലമാണ്. 30 കിലോട്ട് ഉണ്ടായിരിക്കും അല്ലേ? നല്ല സ്ഥലമാണ്. നല്ല അടിപൊളി place അവിടെ ആണ്. കാണാനൊക്കെ ഒത്തിരി ഉണ്ട്. തണുപ്പൊക്കെ ഉണ്ടോ? അവിടെ നല്ല കോട്ടേജ് ഒക്കെ ഉണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലൊക്കെ ഉണ്ട്. താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ? ആ അതെയോ? നീ തുമ്മരടി തുമ്മരടി ആയിസ് നൂറാകെ കൊത്തി വെച്ചിത്താറേ ഉമ്മൊമ്മൈ കണ്ണോട് പേസാമന്നോട് നാനിറവ് തേരെ അന്താരിപ്പോൾ അൻപത്തറുവാട് ചിന്നാരിപ്പോൾ നിന്റെ സുടുവാട്. എന്താ മോളുടെ പേര്? ചിന്നു. മോൾ എത്രയിലാ പഠിക്കണേ? 5th. വീട് എവിടെ? കോട്ടയം. എന്താ വേറെ വിശേഷം? എവിടെ വന്നതാ? വെറുതെ കറങ്ങാൻ വന്നതാ. നമുക്ക് ഒരുമിച്ച് റീൽസ് ചെയ്യാം കേട്ടോ. ആ നമുക്ക് മാറി നിന്ന് ചെയ്യാം. വാ. ആ നമുക്ക് നല്ല സ്ഥലമാണത്. കാണാൻ പറ്റും. നല്ല രസമുള്ള സ്ഥലമാണത്. പിന്നെ നല്ല രസമുണ്ട്. 30 കിലോമീറ്റർ കൂടുതലുണ്ട്. ആ ഒരു 1.5-2 മണിക്കൂർ മതിയോ? 1.5 മണിക്കൂർ ചെല്ലുവാ നമ്മള്. ഓഫ് റോഡ് ആണോ? സ്ഥലത്തിന്റെ പേരെന്താ ചേട്ടാ? ഓ വാഗമൺ, വാഗമൺ. ഓ അടിപൊളി പ്ലേസാ. ഇവിടെ തൊട്ടടുത്തൊരു ലൊക്കേഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോയി ചെയ്യാം കേട്ടോ. അവിടെ വെള്ളമുണ്ട്, കുളിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? മോളെ പോ. മോളെ അയ്യോ മോളെ ഇവിടെ പോയി ചേട്ടാ. കൊച്ചിന്റെ ഇവിടെ ഇരിക്കുന്ന കണ്ടതാണല്ലോ അവള്. മോളെ ചിന്നു മോളെ. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ ചിന്നു ചേട്ടാ മോളെ കാണുന്നില്ല. ചിന്നു സാറേ സാറേ സാറെന്തേ സാറെന്തേ എന്റെ കൊച്ചിനെ കണ്ടില്ല. മോളെ ചേട്ടാ മോളെ മോളെ ചിന്നു. അയ്യോ മോളെ കാണുന്നില്ല മോളെ ചേട്ടാ. മോളെ ചിന്നു മോളെ. അവൾ ഇവിടെ എങ്ങനെ കാണും? ഇവിടെ എവിടെ കാണും? ചേട്ടാ ഇവിടെ കാണും. മോളെ മോളെ ചിന്നു നമുക്ക് നോക്കാം. കരയല്ലേ കരയല്ലേ. അവളിവിടെ കാണും. എഴുന്നേക്ക്. അവളിവിടെ കാണും. എഴുന്നേക്ക്. നീ എഴുന്നേക്ക്. നീ കരയല്ലേ. അവിടെ കാണും. എഴുന്നേക്ക്. നീ എഴുന്നേച്ചേ. മോളെ മോളെ ചിന്നു. മോളെ മോളെ ചിന്നു.